ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഇമോഷൻസ്, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എനർജിയൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കാര്യം പലർക്കും അറിയുന്നതായിരിക്കും, ഇന്ന് ചൈത്ര പൗർണമിയാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റൊക്കെ ഉള്ളൊരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ അത് അവരിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ ശ്രമിക്കാം. പിന്നെ പതിവായി നമ്മൾ പൗർണമി ഡേയ്സിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ടും ശ്രമിക്കേണ്ടുന്നൊരു സമയമാണ്. മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഷെയറിങ്, കമ്പാരിസൺ, ബ്രേക്ക് ത്രൂ, കൺട്രോൾ, എലോൺനെസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കൂടുതലും ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിനകത്ത് കുറേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയാണ്. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും സത്യസന്ധതയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. മേ ബി അത് നിങ്ങളുടെ എനർജി തന്നെയായിരിക്കും. അപ്പം അത്രയധികം അകമഴിഞ്ഞ് സ്നേഹിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ഉള്ളപ്പോഴാണ് നമ്മളൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും വാരിക്കോരി കൊടുക്കാനായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം പല അനുഭവങ്ങളിലൂടെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സമയത്ത് അതിനകത്തൊരു മാറ്റം കടന്നു വരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടൊരു മാറ്റം വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും അത് സ്റ്റേബിൾ ആവണമെന്ന് ഇല്ല. ആഫ്റ്റർ ഓൾ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു എനർജി കാണുന്ന പോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ. ചിലപ്പോൾ ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നിങ്ങളായിട്ടിപ്പോൾ ഒറ്റപ്പെടൽ സ്വീകരിച്ചതായിരിക്കാം. അതായത് നമ്മളൊരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഒന്നും ചെയ്ത ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ എനിക്ക് മതിയായി എന്നൊക്കെ തോന്നുന്നൊരു സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. വീണ്ടും അതിൽ നിന്ന് മറ്റൊരു ആരംഭത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ആ ഒരു ഡൗൺഫോളിലേക്ക് പോകാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു സമയമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴിക്ക് വരട്ടെ, ഞാൻ ഇനി കൂടുതലായിട്ട് അതിനകത്തൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ കുറച്ചും കൂടി ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. കുറച്ചും കൂടി കാര്യങ്ങളെ മറ്റൊരു രീതിയിലായിരിക്കാം നോക്കിക്കാണുന്നത്. ഈ ഒരു പേഴ്സണിൽ നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളും ഒരു മാനസികമായിട്ടൊരു അകലം സൂക്ഷിക്കുന്നതായിട്ട് കാണാം. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരോട് സ്നേഹം ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഒരുപക്ഷെ ആ ആ ഒരു രീതിയിലായിരിക്കാം അവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇനി കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഹേർട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലും ഭേദം എന്നെ സംരക്ഷിക്കാനായിട്ട് എനിക്കിതാണ് ബെറ്റർ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ആ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പാസ്റ്റിൽ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എത്ര സന്തോഷമായിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം. പ്രസൻറ്റിൽ നിങ്ങൾക്കത് കിട്ടുന്നില്ല. അതും ഒരുപാട് മാനസികമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം പണ്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു കാര്യം ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പല കാര്യങ്ങളും ഒരു പാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അതിനകത്തൊരു മാറ്റം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു തുടർച്ച അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിരാശ. ഓൺ ആൻഡ് ഓഫിൽ പോകുന്നവരാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സ്നേഹം വാരിക്കോരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് കിട്ടാതെ ആവുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു
വിഷമം. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്കൊരു വ്യക്തിത്വം ഇല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത്രയും ചെറിയവരാണോ എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിനകത്ത് ഉണ്ടായേക്കാം. നമ്മളുടെ ഒരു സെൽഫ് വാല്യൂ കളഞ്ഞിട്ടല്ലേ ഈ പുറകെ നടക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ചൊരു റിജിഡ് ആയിട്ട് നിൽക്കുന്ന, സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ആ ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു പേഴ്സണിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഇന്നലത്തെ ആ ഒരു റീഡിങ്ങിൽ പലരും കമൻസിലൂടെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നേരിട്ടാണെന്നുണ്ടെങ്കിലും വാട്സപ്പിലൂടെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. അവർക്ക് ആ ഒരു റീയൂണിയൻ സംഭവിച്ചു. ചിലവർക്ക് അവർ പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ മുൻകൈ എടുത്ത് അവരായിട്ട് തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്കെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ കിട്ടിയല്ലോ. അതുപോലെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ, പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടിയവർ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒന്നും നിർത്തണ്ട. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ടും ആ ഒരു പേഴ്സണോടൊപ്പം വളരെ ഹാർമണി ആയിട്ട് പോകാനും നിങ്ങളും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോഴും സ്റ്റക്നെസ്സിൽ തുടരുന്നവർ, ഒരുപാട് നാളുകളായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തവർ, അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സമയമുണ്ട്. ഓരോ റിലേഷൻഷിപ്പിനകത്തും ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇനി പറഞ്ഞതുപോലെ കാലങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്ങോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം? അങ്ങനെ കാത്തിരുന്നിട്ടൊരു കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് അതിൽ നിന്ന് മുന്നോട്ട് പോകണോ? എന്താണ് യൂണിവേഴ്സ് പറയുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്നവരോടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് കാരണം, അവരുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്കറിയാം. Four of Wands, Five of Swords, the Fool, King of Cups, Ace of Pentacles, Knight of Swords, Seven of Pentacles, the Star, Knight of Pentacles, Ten of Wands, the Hierophant, Six of Pentacles, the Lovers, the Magician. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ഇവരുടെ ഒരു എനർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളരെയധികം പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ മെച്യൂറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ ഏജ് വൈസ് അത്രയും മെച്യൂറായിട്ടുള്ളൊരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ പോലും ചിലർക്ക് കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ നോക്കിക്കാണാനുള്ളൊരു കഴിവുണ്ട്. മെച്യൂറായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുക എന്ന് പറയുന്ന ആ ഒരു പ്രകൃതം ഈ ഒരു പേഴ്സണും ഉണ്ടാവാം. കാരണം പല കാർഡ്സിനകത്തും നമുക്കത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ പല കാർഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ബിഗിനിങ്, കുറച്ചും കൂടി റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉള്ളതിനേക്കാളും ദൃഢമാവാനുള്ള ഒരു ആഗ്രഹം, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ഈ ഒരു പേഴ്സണിൽ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. പല എനർജീസിലും നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ അതേ സമയം തന്നെ നമ്മൾ അവരുടെ ഇമോഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലും ഒരു കടിഞ്ഞാണിടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു സമയമായിരിക്കാം. ചിലവരെ സംബന്ധിച്ച് അവരുടെ ഒരു ആനിവേഴ്സറി ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ പോലെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സംഗതികളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഇമോഷൻസ് ഇപ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് തന്നെ പറയാം.
പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈഗോ പോലെയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് തലപൊക്കി നിന്നൊരു ബന്ധമായിരിക്കാം. അതായത് പരസ്പരം ഒരു ഈഗോ ക്ലാഷസ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഈഗോ ക്ലാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതെന്നോട് ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു കരട് വീഴാന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ തീവ്രമായിട്ട് നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ അതിനൊന്ന് അവിടെ താഴേക്ക് പോകുന്ന ഒരു സംഗതിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് അവർ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെ പറയാം. അതായത് ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഇന്റർണൽ കോൺഫ്ലിക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയമായിട്ടില്ല എന്നുള്ള തോന്നലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു നോക്കിക്കാണുന്നൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറോടൊപ്പം തന്നെ പല സമയത്തും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് ആ ഒരു ചൈൽഡിഷ് നേച്ചർ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സ്വഭാവം, ആ ഒരു യൂത്ത്ഫുൾനെസ് ഒക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ വളരെ ആ ഒരു സ്വാതന്ത്ര്യത്തോടെ ഫ്രീ ആയിട്ട് ഒരു വിലങ്ങുതടികളും ഇല്ലാതെ വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത്രയും ഒരു ഇൻഡിപെൻഡൻസി ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇമോഷൻസ് നോക്കുമ്പോൾ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നല്ല, സ്നേഹമുള്ളൊരു വ്യക്തിയുടെ എനർജിയാണിത്. പക്ഷേ ആ ഒരു സ്നേഹത്തോടൊപ്പം തന്നെ വേറെ പല കാര്യങ്ങളും കൂടി ഇടകലരുമ്പോഴാണ് അതൊരു ആക്ഷൻ ആവണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മാറി നിൽക്കുകയാണ് സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഓൺ ആൻഡ് ഓഫിലുള്ളവർക്കായിരിക്കും കൂടുതൽ ഇതുമായിട്ട് റെസനേറ്റ് ആവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും മാറി നിൽക്കുമ്പോൾ പോലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ഉണ്ട്. പക്ഷേ അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ആ ഒരു കറൻലിയുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ എന്താണോ നിങ്ങളോട് തോന്നുന്നത് അതിൻ്റെ 10-1 ചിലപ്പോൾ നിങ്ങളോട് അവർ ഈ ഒരു സമയം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ തീർത്തും നോ കോൺടാക്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു ഫ്ലേർട്ടിംഗ് എനർജിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അവര് ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളത് അറിയില്ല. അതിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഒരുപക്ഷേ അതിനുള്ളൊരു സാധ്യത ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാതെ ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു സെപ്പറേഷനോ ഓൺ ആൻഡ് ഓഫ് ആയിട്ടിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് ഒന്ന് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു രീതിയൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം അവരെക്കൊണ്ട് പെട്ടെന്ന് സാധ്യമാവാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് അവരിലേക്ക് തന്നെ ചുരുങ്ങാൻ സാധ്യതയുള്ള ഒരു പേഴ്സണും കൂടിയാണ്. ഇപ്പോൾ ചിലവർക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് മാരേജ് വരെ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് ഒരു സ്റ്റേജിൽ അവരെക്കൊണ്ട് അതിന് കഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മതം കിട്ടാൻ കാത്തു നിന്നിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് പറഞ്ഞ് ഇതിലേക്കൊന്ന് ചുരുങ്ങി പോയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ടാവുക. പക്ഷേ അത് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോലും സ്ട്രോങ് കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ പാരൻസിൻ്റെയൊക്കെ ഒരു അനുവാദത്തോടു കൂടി പോണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടാണ് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് തരാതിരിക്കുന്നത് ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ അവർ കുറച്ചൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരണം എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ ആ ഒരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടൊക്കെ പോകാനുള്ളൊരു ആഗ്രഹം അതിനായിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അറ്റ് ദ സെയിം ടൈം അവർ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സ് തന്നെ ഒന്ന് മയപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ശാന്തമാവാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗ്രാജ്വലി ആണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നാൽ മതി, എടുത്ത് പിടിച്ച് ചെയ്യണ്ട, സാവകാശം കാര്യങ്ങൾ പൊയ്ക്കോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കവിടെ കാണാം. ഇവിടെയും ഈ പറഞ്ഞതുപോലെ ആ ഒരു
റീകൺസിലേഷനെ കുറിച്ചുള്ള അവരുടെ ഒരു ആഗ്രഹം, ആ ഒരു പ്രതീക്ഷ, ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ്, അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ഒരു ക്ലാഷസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ആവാനുള്ളൊരു ആഗ്രഹം. അപ്പോഴും നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ കുറച്ചൊന്ന് സ്റ്റഡി ആയിട്ട് പോകണം, സ്റ്റേബിൾ ആവണം എന്നുള്ള നല്ല രീതിയിലുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ളൊരു കണക്ഷനാണ് ഈ ഒരു പേഴ്സണായിട്ടുള്ളതെങ്കിലും അത് വെറുതെ ഒരു ടൈം പാസ്സായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അവർക്ക് കുറച്ച് ഒരു പക്ഷേ അവരുടെ ലൈഫിൽ കുറച്ച് ബർഡൻസ് ഉണ്ടാവാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, തടസ്സങ്ങളുണ്ടാവാം. അപ്പോൾ അതിനോടൊപ്പം ഇത് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു ഡിസ്റ്റൻസ് ഇടുന്നത്. വീണ്ടും നമുക്ക് ആ ഒരു എനർജീസ് എല്ലാം റിപ്പീറ്റിംഗ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തരണം എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവർക്കത് പറ്റാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് തളർന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഓൺ ആൻഡ് ഓഫ് എന്ന്. അതായത് ചില സമയത്ത് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ത്വര കൊണ്ട് നിങ്ങളിലേക്ക് ഓടി വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വന്നത് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ സൈലൻ്റായി പോകുന്നതായിരിക്കാം. അത് നമ്മളുടെ ആ ഒരു നേരത്തെ സ്പ്രെഡും കൂടി കൺസിഡർ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റേബിളായിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ഉള്ളൊരു കാര്യമൊക്കെയാണ് പറയുന്നതെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയോട് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണ്, ചെറിയ രീതിയിലുള്ള കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ മനസ്സ് മുഴുവൻ തുറന്ന് നിങ്ങളോട് പറയില്ല. അപ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാം ഇവരൊരു ബൗണ്ടറി ഇടുന്നുണ്ടല്ലോ എന്നുള്ളത്. കാരണം ഈ ഒരു വ്യക്തിയുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടും ലോജിക്കായിട്ടും കാര്യങ്ങൾ കാണുന്നത് കൊണ്ടുമാണ് ആ ഒരു ബിഹേവിയർ ഇവർക്ക് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് എനർജി ഉള്ള ഒരു വ്യക്തിയോ അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അതേ സമയം തന്നെ നിങ്ങൾ ഇപ്പോൾ ഇവർ സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഈഗോ ഹേർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അവർ കുറച്ചും കൂടി അവരിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഷെല്ലിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പേഴ്സണുമാണ്. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങളോടാണ് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ ചോയ്സസോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെയാണ് അവർ ആ ഒരു സോൾമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആത്മബന്ധം അവർക്ക് തോന്നുന്നത് നിങ്ങളോടാണ്. വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് കാണാം. അവർ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഫാമിലി ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ വിധി പോലെ വരട്ടെ എന്നുള്ളൊരു തീരുമാനമൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് അവരും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇമോഷൻസിനകത്താണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ആ ഒരു തോന്നൽ, ശക്തമായിട്ടുള്ള നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുമ്പോൾ അവരായിട്ട് തന്നെ അവരുടെ മനസ്സ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. റെസനേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എനർജി എല്ലാം. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 5, നമ്പർ 6, നമ്പർ 18. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, വിർഗോ, അക്വേറിയസ്. അക്വേറിയസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്. അതുപോലെ തന്നെ ജെമിനൈ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാൽ അതേസമയം വേറെ പല കാര്യങ്ങളെ ഓർത്തും ആഗ്രഹം ഉള്ളിലൊതുക്കി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സം പോകാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.